സോ ഗീസ് അങ്ങനെ ഞാനാണെങ്കിൽ ഒരു മീറ്റ് വെച്ചാണ് ഗീസ് ഇത് ആണെങ്കിൽ പോർഷെ മീറ്റപ്പാണ് അങ്ങനെ പറഞ്ഞാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ അതൊന്നും അല്ല വന്നത്. എന്തായാലും നിങ്ങൾക്ക് പോകെ അതൊക്കെ അറിയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഇപ്പം തന്നെ പോയിട്ടൊന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തായിരിക്കുന്ന ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത്. എന്നിട്ട് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പറ്റുന്ന കൂട്ടുകാർ ഷെയർ ചെയ്യുക ഗൈസ്. എന്തായാലും ഞാൻ നിർബന്ധിക്കുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം നിങ്ങൾ ഷെയർ ചെയ്താൽ മതി. ഇത് പോർഷെ മീറ്റപ്പ് ആണെന്നും പറഞ്ഞാണ് ഗൈസ് ഞാൻ വെച്ചത്. ഫുൾ അലമ്പാണ്. അതിൻ്റെ അകത്ത് ഇടക്ക് കുറേ മച്ചന്മാരാണെങ്കിൽ വേറെ വണ്ടി കൊണ്ടുവന്ന് നടുക്കോട്ട് കയറ്റി ഗൈസ്. എന്തായാലും ഞാൻ പറഞ്ഞു വണ്ടി ഇല്ലെങ്കിൽ കുഴപ്പമില്ല, കൊണ്ടുവരണ്ടെന്ന്. അപ്പം ഞാൻ ആലോചിച്ചു ഒരു തംബ്നെയിൽ എടുക്കണമല്ലോ. ഈ തംബ്നെയിൽ എടുക്കണമെങ്കിൽ ഇവനാണെങ്കിൽ മര്യാദക്ക് ഇരിക്കണം. ആരും മര്യാദക്ക് ഇരിക്കുന്നില്ല ഗീസ്. നമ്മൾ പറഞ്ഞാൽ ആരും അനുസരിക്കത്തില്ല. എന്തായാലും നമ്മളൊരു ചെറിയ യൂട്യൂബർ ആയത് കാരണമായിരിക്കാം ഗീസ് എൻ്റെ അടുക്ക് ഇങ്ങനെ കാണിക്കുന്നത്. എന്താണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ അവിടുന്ന് വണ്ടി എടുത്തോണ്ട് എനിക്കാണെങ്കിൽ വളരെയധികം ദേഷ്യം വന്നു. പിന്നെ നമുക്ക് വല്ലതും പറയാനായിട്ട് പറ്റുമോ? ഒന്നും പറയാനായിട്ട് പറ്റത്തില്ല. അത്രയും പേര് വരുന്നതാണ്. അതിൻ്റെ അകത്ത് കുറേ ബ്രോസ് പറയുന്നുണ്ട് ഇങ്ങനെ കാണിക്കുന്നവരെ കിക്ക് ചെയ്ത് കളയണമെന്ന്. അപ്പോൾ ഗീസ് എങ്ങനെ കിക്ക് ചെയ്ത് കളയാൻ പറ്റും? അവരും നമ്മുടെ ഫോളോവേഴ്സൊക്കെ തന്നെയാണ്. അങ്ങനെ ഞാനാണെങ്കിൽ വണ്ടി എടുത്തോണ്ട് നേരെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഒരു മച്ചാനാണെങ്കിൽ നമ്മുടെ കൂടെ വന്നിട്ടുണ്ട് ഗീസ്. എന്തായാലും നമുക്ക് നോക്കാം എല്ലാ മച്ചാന്മാരും വരുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം. എന്തായാലും ഒരു ബ്രോ ആണെങ്കിൽ ഒരു പോർഷെ നമ്മുടെ ഒരു ബ്ലൂ കളറാണെന്നാണ് ഗീസ് എനിക്ക് തോന്നുന്നത്. എനിക്ക് കറക്റ്റായിട്ട് കണ്ടുപിടിക്കുന്നില്ല. അപ്പോൾ ഗീസ് അതുപോലെ തന്നെ ഒരു സിവിക്കിയും കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ബ്രോ ആണെങ്കിൽ എനിക്ക് പൈസ ഗിഫ്റ്റ് ചെയ്തോ. എൻ്റെ കയ്യിലാണെങ്കിൽ കുറേയധികം പൈസയുണ്ട് ഗീസ്. എനിക്ക് പൈസ കിട്ടിയിട്ട് കാര്യമില്ല. കുറച്ച് കോയിൻ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ ഞാനാണെങ്കിൽ ഏത് ജിമെയിൽ വെച്ചാണ് ഈ ഒരു അക്കൗണ്ട് ലോഗിൻ ആക്കിയിരിക്കുന്നതെന്ന് എനിക്കൊരു ഓർമ്മയില്ല. അല്ലായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും നമ്മുടെ കോസ്റ്റ്യൂം ഒന്ന് ചേഞ്ച് ചെയ്തേനെ. എനിക്ക് കോസ്റ്റ്യൂം മാറ്റണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട്. എന്തായാലും ഞങ്ങളാണെങ്കിൽ കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ആ ബ്രോ എൻ്റെ അടുക്ക് പറയുന്നത് എൻ്റെ കയ്യിൽ പോർഷെ ഇല്ലെന്നാണ്. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു പോർഷെ ഇല്ലെങ്കിൽ സീനില്ല, ഇതായാലും മതിയെന്നാണ് ഞാൻ പറയുന്നത്. എന്തായാലും ഞാനിപ്പോൾ ഏത് മീറ്റപ്പാണോ വെക്കുന്നത്, നിങ്ങൾക്ക് ആ വണ്ടി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഗീസ് ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ ആ ഒരു വണ്ടിയുടെ ഇത് വെച്ചേ വെക്കത്തുള്ളൂ. കാരണം അല്ലെങ്കിൽ അലമ്പാവുമല്ലോ, നിങ്ങൾക്കറിയാമല്ലോ. അത് കാരണം തന്നെയാണ് ഞാനാണെങ്കിൽ അങ്ങനെ ഒരു ഫോട്ടോ എടുക്കാനാണ് വെച്ചത്, ആ ബീച്ച് സൈഡിൽ വെച്ച്. പക്ഷേ ഒന്നും നടന്നില്ല, ഫുള്ളായിട്ട് പൊളിയാനായിട്ട് മെയിനായിട്ടുള്ള കാര്യം ഇത് തന്നെയാണ് ഗീസ്. ആരും ഒത്തൊരുമയോടെ നിൽക്കുന്നില്ല. വേറൊരു കാര്യമല്ല, നമ്മളാണെങ്കിൽ ഇത്രയും പോർഷെ ഒരു 4-5 പോർഷെ ആദ്യം ഉണ്ടായിരുന്നു. ഈ ആദ്യത്തെ പോർഷെ ഞാൻ കട്ട് ചെയ്താണ് കളഞ്ഞത്. കാരണം അലമ്പാണ്. അതാണ് ഞാൻ കാണിക്കാഞ്ഞത്, ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താഞ്ഞതും അത് കാരണം തന്നെയാണ്. ഞങ്ങളാണെങ്കിൽ ആ പോർഷയൊക്കെ നിരത്തിയിട്ടതാണ്. അപ്പോഴത്തേക്കും വേറൊരു ബ്രോ കൊണ്ടുവന്ന്, ആ ബ്രോയുടെ ഏതാ വണ്ടിയെന്ന് ഞാൻ ഓർക്കുന്നില്ല, ആ വണ്ടി കൊണ്ടുവന്ന് ഫുള്ളായിട്ട് ഇടിച്ച് കയറിപ്പിച്ച് ചോദിച്ചു. ഞാനാണെങ്കിൽ കറക്റ്റ് ഫോട്ടോ എടുക്കാൻ ഫോക്കസ് വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഫുള്ള് പൊളിഞ്ഞു പോയി. പിന്നെ നമുക്ക് ആ ഒരു ബ്രോയിനെ ഒന്നും പറയാനും പറ്റത്തില്ല. നമ്മുടെ ഇതിൽ വന്ന് അലമ്പ് കാണിച്ച് കഴിഞ്ഞാൽ നമ്മളങ്ങോട്ട് തെറി വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഈ അവരൊരിക്കലും നന്നാനായിട്ട് പോകുന്നില്ല. അപ്പോൾ കുറേ കൂട്ടുകാർ പറഞ്ഞു കിക്ക് ചെയ്യാനായിട്ട്. ഞാൻ ആരാണെന്ന് പറഞ്ഞ് കിക്ക് ചെയ്യാനാണ്. അത് കിക്ക് ചെയ്ത് കളയുന്നത് മോശം തന്നെയാണ്. ഈ നമ്മൾക്ക് ഇങ്ങോട്ട് കാണിച്ചത് നമ്മൾ തിരിച്ച് കാണിക്കുകയാണെങ്കിൽ അത് വലിയൊരു തെറ്റാണ്. എന്തായാലും ഞാൻ അങ്ങനെ കാണിച്ചില്ല. അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഈ ഒരു സൈഡിൽ വെച്ച് നമുക്ക് ഇവർക്കൊരു ചലഞ്ച് കൊടുക്കാം. ഈ ഒരു ചലഞ്ചിൽ നമ്മൾ ഗിഫ്റ്റായിട്ട് ഒരു കിടിലം പോലത്തെ ഒരു ഐറ്റമാണ് കൊടുക്കാനായിട്ട് പോകുന്നത്. എന്തായാലും ഈ ഗിഫ്റ്റ് എന്തുവാണ് കൊടുക്കാനായിട്ട് പോകുന്നതെന്ന് ജസ്റ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക. എന്തായാലും നമ്മുടെ പോർഷെ കാറാണെങ്കിൽ ഞാനിവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. ഇതിൻ്റെ അടുക്കാണ് എൻ്റെ കാർ ആരോ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് ഗീസ്. എന്തായാലും ആരാന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞു ഇവിടുന്ന് നമ്മുടെ ഈ ഒരു പാലത്തെ കൂടെ നേരെ മണ്ടക്ക് കയറിയിട്ട് തിരിച്ചു വരുന്നതെന്ന് അയക്കാനായിട്ട് പറ്റിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കയറിയിട്ട് തിരിച്ചു വരുന്ന ആൾക്ക് നമ്മളാണെങ്കിൽ ഒരു റേസ് കണക്ക് ഒരു ചലഞ്ച് തരാമെന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ചലഞ്ച് എന്തോന്ന് വെച്ചാൽ ഇതിൻ്റെ മണ്ടക്ക് കയറിയിട്ട് തിരിച്ചു വരണം ഗീസ്. അത് ഈ പാലം വഴി തന്നെ കയറണം. ഒരിക്കലും കാർ എടുത്തുകൊണ്ട് പോകാനായിട്ട് പറ്റത്തില്ല, ഓടി തന്നെ കയറണം. ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. എന്തായാലും എല്ലാവർക്കും ഞാൻ ടൈപ്പ് ചെയ്തൊക്കെ മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഉറപ്പായിട്ടും അവർ ചെയ്യുമെന്നാണ് ഗീസ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് നോക്കാം, ഉറപ്പായിട്ടും ചെയ്യുമോ ഇല്ലയോ എന്ന് നമുക്കിപ്പോൾ അറിയാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഇപ്പം തന്നെ പോയിട്ട് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തായിരിക്കുന്ന ബെല്ലൈക്കൺ ഓപ്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത്. എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെക്കുക. എന്നാലേ അടുത്ത വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ ഗീസ്. പറ്റുന്ന കൂട്ടുകാരാണ്, അതുകൂടെ ഒന്ന് ചെയ്ത് വെക്കുക. എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ആക്കുന്നതാണ്. ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഓപ്ഷൻ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കാം. അതുപോലെ തന്നെ എത്ര പേര് ഓടിക്കയറുമെന്ന് നമുക്ക് നോക്കാം. ഒരു ബ്രോനെ ആദ്യം തന്നെ ആ ബ്രോയുടെ വണ്ടി പോയി എടുത്തിട്ടുണ്ട്. ആ ബ്രോ വിചാരിച്ച് കാണും വണ്ടിയായിട്ട് കയറാൻ വേണ്ടിയിട്ടാണെന്ന്. അപ്പം ഞാൻ അപ്പം തന്നെ ടൈപ്പ് ചെയ്തു ഗീസ്. ഞാനാണെങ്കിലും ഒരിക്കലും നടന്ന് കയറാൻ വേണ്ടിയിട്ടാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇവിടെ ആയിട്ടും കാറില്ലാതെ പോകണമെന്നാണ് ഞാനിപ്പം അയക്കുന്നത്. കാറില്ലാതെ ഓടിക്കയറണം.
എന്തായാലും എത്ര കൂട്ടുകാർ നമ്മുടെ ഇതിന് ഫസ്റ്റ് അടിക്കുന്ന ആരാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം ഗൈസ്. എന്തായാലും നമുക്ക് നോക്കാം ഇതിന് ഫസ്റ്റ് അടിക്കുന്ന ആരാണെന്ന്. ഞാനും വിചാരിച്ചതാണ് ആദ്യം ഞാനും കൂടെ ഓടാമെന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ ഓടുന്നില്ല, ഇവർ പോയിട്ട് വരട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് പേരാണെങ്കിൽ ഓടുന്നുണ്ട്. ഞാൻ പകുതി വരെ ഓടിയിട്ട് നേരെ നമ്മുടെ ആ ഒരു ഡ്രോൺ ഓപ്ഷനൊക്കെ എടുത്തിട്ട് ഇവരുടെ കുറച്ച് ഫോട്ടോ എടുത്തിട്ട് തംബ്നെയിലാക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. പക്ഷേ അതും നടന്നില്ല. ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ വെച്ച് തന്നെ കാണാനായിട്ട് പറ്റും. ഞാനാണെങ്കിൽ അവരോട് ഓടുന്നുണ്ട്, അവരാണെങ്കിൽ വെച്ചലക്കി ഓടുന്നുണ്ട്. എനിക്കാണെങ്കിൽ കറക്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഈ താഴോട്ടൊക്കെ പോകുന്നു. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് വരുമ്പോൾ പിന്നെയും പൊക്കോണ്ടിരിക്കുന്നു. എനിക്ക് കുറേ കഴിഞ്ഞപ്പോൾ അടുത്ത് ഞാൻ പിന്നെയും കുറേ നേരം ട്രൈ ചെയ്തു ഗൈസ് ഇങ്ങനെ ഫോട്ടോ എടുക്കാനായിട്ട് പറ്റുമോ ഞാൻ നോക്കിയാണ്. അപ്പോഴത്തേക്കും അവരാണെങ്കിൽ ഓടി ഏകദേശമൊക്കെ അറ്റത്ത് ചെന്നിട്ടുണ്ട്. ഞാനാണെങ്കിൽ എങ്ങനെയൊക്കെയോ നമ്മുടെ ആ ഡ്രോൺ ഓപ്ഷൻ ഓടിച്ചിട്ട് നേരെ അവർ ഓടുന്ന നോക്കുന്നുണ്ട്. ആ ഫ്രണ്ടിലായിട്ട് പോകുന്ന ഒരു ബ്ലാക്ക് ഡ്രസ്സാണ് ഈ ഫസ്റ്റ് കയറിയിരിക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ ആ ബ്രോ തന്നെയാണ് ഫസ്റ്റ് അടിച്ചതെന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ഞാനാണെങ്കിൽ താഴെ ഇറങ്ങിയിട്ട് അവരാണെങ്കിൽ ഇപ്പം തന്നെ മെസ്സേജ് അയക്കും ഉറപ്പായിട്ടും. എന്തായാലും ഫസ്റ്റ് അടിച്ചെന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കും. പക്ഷേ ഞാൻ ഒരു കാര്യം പറഞ്ഞത് അവർ മറന്നുപോയി കാണും. തിരിച്ചോടി വരണമെന്ന് കൂടെ ഞാൻ ഇതിൻ്റെ അകത്ത് പറഞ്ഞായിരുന്നു. ഒരു ബ്രോ ആണെങ്കിൽ ഫസ്റ്റ് എന്നും പറഞ്ഞ് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ പറയുവാണ് ബ്രോ നിന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു വരണമെന്ന്. കാരണം തിരിച്ചോടി വന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു പ്രൈസ് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇതിൻ്റെ അകത്ത് ഞാനാണെങ്കിൽ ആ ഒരു ബ്രോയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇനിയുള്ള മീറ്റിലൊക്കെ നമ്മളിങ്ങനെ ഒരു ചലഞ്ച് കൊടുത്തിട്ട് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് പോവുകയാണ്. എൻ്റെ കയ്യിലുള്ള കാർസൊക്കെ തന്നെ ഞാൻ ഗിഫ്റ്റായിട്ട് കൊടുക്കാനായിട്ട് പോവുകയാണ്. എന്തായാലും നമുക്ക് നോക്കാം ഗീസ് ആരാ ജയിച്ച് വരുന്നതെന്ന്. ജയിച്ച് വരുന്ന ഒരാൾക്ക് നമ്മൾ ഉറപ്പായിട്ട് നമ്മളൊരു കിടിലം പോലത്തെ ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും. എന്തായാലും നിങ്ങളുടെ പ്രഡിഷൻ എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ എന്തായിരിക്കും കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഗീസ് ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യണം. വീഡിയോ ഓടിച്ച് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യല്ലേ. എന്തായാലും നമുക്ക് നോക്കാം. അവരാണെങ്കിൽ ഓടി വരുന്നുണ്ട്. ഇപ്പം 3 പേരേ ഉള്ളൂ ഗീസ്. 3 പേരും കൂടെ ഓടി വരുന്നുണ്ട്. ഈ മച്ചാനാണ് ഓടി വന്നുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. പുള്ളിക്കാരനാണ് ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്. ഇവിടെ വെച്ച് നമ്മൾ കുറച്ച് പിക്കും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. കാരണം ഞാനാണെങ്കിൽ ഈ ഒരു പിക്ക് തംബ്നെയിലായിട്ട് വെക്കാമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നല്ലോ. ആ ഒരു തംബ്നെയിലാക്കി വെക്കാമെന്നും പറഞ്ഞാണ് ഞാൻ നോക്കിയത്. എന്തായാലും ഈ ഒരു ബ്രോയാണ് ഫസ്റ്റ് അടിച്ച ഡാർക്ക് 7 എന്ന് പറയുന്ന ഒരു ബ്രോയാണ്. എന്തായാലും ആ ഒരു ബ്രോയാണ് ഫസ്റ്റ് അടിച്ചത്. എന്തായാലും ബ്രോയ്ക്ക് പോർഷ ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. കാരണം വേറെ ഒന്നുമല്ല ഗീസ്, എൻ്റെ പോർഷ കാറാണ് ഞാൻ കൊടുക്കാനായിട്ട് പോകുന്നത്. എൻ്റെ കയ്യിലാണെങ്കിൽ വേറൊരു പോർഷ കാറും ഇല്ല. പക്ഷേ ഈ ഒരു പോർഷ കാർ ഞാൻ ഈ ഒരു ബ്രോയ്ക്ക് കൊടുക്കാനായിട്ട് പോവാണ്. കാരണം ഫസ്റ്റ് അടിച്ചിട്ട് ഞാൻ ഒരു ഗിഫ്റ്റും കൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. സെക്കൻഡ് പ്രൈസ് കൊടുക്കാനായിട്ട് എൻ്റെ ഈ വണ്ടിയില്ല ഗീസ്. ഫസ്റ്റ് ആകുന്ന ഒരാൾക്ക് ഞാൻ കൊടുക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോഴത്തേക്കും നമ്മുടെ വണ്ടിയാണെങ്കിൽ ഇവിടെ കാണാനില്ല. ഞാനാണെങ്കിൽ നേരത്തെ ഇവിടെ ഇട്ടാണ്, ആരോ അതിൻ്റെ ഇടയ്ക്ക് എടുത്തുകൊണ്ട് പോയി ഗൈസ്. വണ്ടിയൊക്കെ കാണാതെ പോകുന്ന പെട്ടെന്നാണ്. അപ്പം ഞാൻ ഓർത്തു എന്തായാലും വണ്ടിയുടെ അടുക്ക് ചെല്ലാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ നമ്മുടെ ഈ ഒരു മെയിലായിട്ടില്ല ഗൈസ്. അവത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ വണ്ടി എവിടെയാണ് കിടക്കുന്നതെന്ന് നോക്കാൻ, അത് ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരിക്കലും അങ്ങോട്ട് പോകാനായിട്ട് പറ്റത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം ആ വണ്ടി എവിടെയായിട്ടാണ്, ആരാണ് കൊണ്ടുപോയതെന്നൊക്കെ നമുക്ക് നോക്കാം ഗൈസ്. എന്തായാലും വണ്ടി എവിടെയാണെന്ന് എനിക്ക് ഇതുവരെ പിടിക്കാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോഴത്തേക്കും ഞാൻ ആ ഒരു ഓപ്ഷനിൽ ഞെക്കിയപ്പം ഒരു ബ്രോ മല കയറ്റി ഇട്ടിരിക്കുകയാണ്. അവിടെ നിന്ന് ഇറക്കാൻ പറ്റാതെയാണ് തോന്നുന്നു ഗൈസ് അങ്ങനെ ഇട്ടിരുന്നത്. അപ്പോഴത്തേക്കും ഞാനാണെങ്കിൽ റിവേഴ്സ് എടുത്തിട്ട് വണ്ടി വരുന്നുമില്ല, അങ്ങോട്ടും അനങ്ങുന്നില്ല ഇങ്ങോട്ടും അനങ്ങാത്ത മട്ടാണ് ഗീസ്. എന്തായാലും നോക്കാം നമുക്ക്. അപ്പോഴത്തേക്കും വേറൊരു ബ്രോ നമ്മുടെ ബാക്കിൽ കൊണ്ടുവന്ന് വണ്ടി ഇട്ടിട്ടുണ്ട്. എന്തായാലും ആ ഒരു ഫസ്റ്റ് അടിച്ച ബ്രോയ്ക്ക് വേണ്ടി നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുക്കാനായിട്ട് പോവാണ്. ഇവിടെ ആയിട്ട് KL ബ്രോ എന്നും പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്തായാലും ആ ബ്രോയ്ക്ക് നമുക്ക് വണ്ടി കൊടുക്കാം. അതിന് വേണ്ടി സെല്ല് കാറെന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ട് നമുക്കൊരു $2 ഈ പൈസയാണ്, 2 രൂപയ്ക്ക് വല്ലതും ഇടാം. എന്തായാലും ഞാനാണെങ്കിൽ 2 രൂപക്കും കാര്യങ്ങളൊക്കെ ഈ കാറ് സെല്ലിന് ഇട്ടിട്ടുണ്ട്. ആ ബ്രോ മേടിക്കും ഇല്ലയെന്ന് നമുക്ക് നോക്കാം ഗീസ്. എന്തായാലും മേടിക്കും, ഉറപ്പായിട്ട് മേടിക്കുമായിരിക്കും. ബ്രോയുടെ കയ്യിലാണെങ്കിൽ പോർഷ ഇല്ലെന്നാണ് പറഞ്ഞത്. ഇപ്പോഴാണെങ്കിൽ എൻ്റെ ഈ പോർഷ ഇല്ല. എന്തായാലും ആ ബ്രോ കൊണ്ടുപോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. എന്തായാലും നമുക്ക് അടുത്തൊരു മീറ്റിൽ നമ്മൾ അടുത്തൊരു വണ്ടി കൊടുക്കുന്നതായിരിക്കും. ഉറപ്പായിട്ട് നിങ്ങൾ മീറ്റിൽ വന്ന് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്തായാലും ഓരോ മീറ്റിലും ഓരോ വണ്ടി വെച്ച് കൊടുക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. ഈ മാക്സിമം നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിലും ഉറപ്പായിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ചാനൽ ഇതുവരെയായിട്ടും കണ്ടിട്ട് ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരാണേ ഓടിപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഓപ്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത്. എന്നിട്ട് CPM കളിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും അവരാരും കണ്ടു കാണത്തില്ല, അവർക്കൊരു വണ്ടി കിട്ടണമെങ്കിൽ കിട്ടട്ടെ ഗീസ്. എന്തായാലും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഞാനാണെങ്കിൽ ടൈപ്പ് ചെയ്തപ്പോൾ ആദ്യം ഒരു ഇമോജിയൊക്കെ കയറി വന്നു. പിന്നെ ആദ്യം മലയാളത്തിലൊക്കെ ആയിപ്പോയായിരുന്നു ഗീസ്. എന്തായാലും ഫസ്റ്റ് അടിച്ച ആളല്ലേ എന്ന് പറഞ്ഞാണ് ഞാൻ ചോദിക്കാനായിട്ട് പോകുന്നത്. എന്തായാലും ഗീസ് ആ പുള്ളിക്ക് കിട്ടിയിട്ടുണ്ട്. പുള്ളിയാണെങ്കിൽ നേരത്തെ മെസ്സേജ് അയച്ചായിരുന്നു, താങ്ക് യു KL ബ്രോ എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചായിരുന്നു. പുള്ളിയുടെ കയ്യിലാണെങ്കിൽ പോർഷയില്ല. ഒരാളെ ഹാപ്പി ആക്കിയപ്പോൾ എനിക്ക് ഹാപ്പി ആയി ഗൈസ്. എന്തായാലും മീറ്റപ്പിന് വരുന്ന എല്ലാവർക്കും നമ്മൾ ഉറപ്പായിട്ടും ഗൈസ് നമ്മൾ എന്തിൻ്റെ മീറ്റപ്പാണോ വെക്കുന്നത് ആ ഒരു വണ്ടി ഉറപ്പായിട്ടും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ശ്രമിക്കും ഗൈസ്. എൻ്റെ കയ്യിലാണെങ്കിൽ കുറച്ച് വണ്ടിയൊക്കെ ഉള്ളൂ, വണ്ടി തീരുന്നവരെ
ഉറപ്പായിട്ട് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് ഇതൊരു ലൈക്ക് ചെയ്ത് കൂട്ടാനാണെങ്കിൽ ഓടിപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത മീറ്റപ്പിൽ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ആണ് വരുന്നതെങ്കിൽ മാക്സിമം ഒന്ന് മര്യാദക്ക് നിൽക്കാനായിട്ട് ശ്രമിക്കുക ഗൈസ്. നമ്മളാണെങ്കിൽ വീഡിയോ എടുക്കുന്ന അത്രയും കഷ്ടപ്പെട്ടാണ്. എനിക്കാണെങ്കിൽ ആകും കാര്യങ്ങളൊക്കെ ആകും. അതിൻ്റെ ഇടയ്ക്ക് ഞാനാണെങ്കിൽ പിക്ക് എടുക്കാനൊക്കെ നിൽക്കുമ്പോഴത്തേക്കും വേറൊരു ബ്രോ വന്ന് വണ്ടി അലമ്പാക്കും. എന്തായാലും ഇതിൻ്റെ അകത്താണ് ബസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പോർഷെ മീറ്റപ്പാണ് വെച്ചത്. അപ്പം എന്തായാലും കുഴപ്പമില്ല ഗൈസ്, ഇന്നിങ്ങനെ പോട്ടെ. നമുക്കാണെങ്കിൽ അടുത്തതൊരു ഡിഫൻഡർ മീറ്റപ്പാണ് ഞാൻ പ്ലാൻ ചെയ്യാനായിട്ട് പോകുന്നത്. എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ഒക്കെ അത് ചെയ്യാം. എന്തായാലും മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഗൈസ് ഞാനൊരു ഗിഫ്റ്റ് എല്ലാ മീറ്റപ്പിലും കൊടുക്കുമെന്ന് പറഞ്ഞായിരുന്നു. മാക്സിമം അടുത്ത മീറ്റപ്പിൽ ഞാൻ കൊടുക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ലവ് യു ഓൾ ആൻഡ് ടേക്ക് കെയർ.